ഹായ് ഫ്രണ്ട്സ്, ന്യൂസ് അറ്റലിലേക്ക് വേണ്ടി സ്വാഗതം. അപ്പം നമ്മളിന്ന് പാൽക്കൊഞ്ച് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അതിനുവേണ്ടി ഇതേ കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് മസാലകളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വറ്റൽമുളക്, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ ചെറിയുള്ളി, ഇത്രയും നമ്മൾ ജസ്റ്റ് ഒന്ന് കല്ല് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ആ ചതച്ച കൂട്ടും കൂടി നമ്മൾ ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. കുറച്ച് നേരെ ഇരിക്കണം ആ അരപ്പൊന്ന് ചെമ്മീൻ്റെ ഉള്ളിലേക്ക് പിടിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് കുറച്ച് നേരം വെക്കാം. അപ്പോൾ ഇതിന് പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ കൊഞ്ച് നന്നായിട്ട് വെന്ത് വരണം. അപ്പം നമുക്ക് ഈ മിക്സൊക്കെ ഇട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി അങ്ങോട്ട് പിടിപ്പിച്ച് വെക്കുക. അതിനുശേഷം കുറച്ച് നേരം ഒന്ന് ഇത് അരപ്പ് പിടിക്കാനായിട്ട് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് കുറച്ച് നേരം വെച്ച് അരപ്പൊക്കെ പിടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഉണ്ടാക്കാനായിട്ട് പാനിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേനും അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ കൊഞ്ചും ആ അരപ്പൊക്കെ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. അധികം ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ പോലെ ഒന്നാവുന്ന വരെ എന്താ പറയുക, ഒരു റോ മസാലയുടെ ഒരു ഇത് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മസാല മൂത്ത് വരുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ മേളിൽ. അപ്പോൾ ആ വഴന്ന് വന്ന ഇത് തിരിച്ചിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടു. കൊഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് വേകാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ആ പാലിൽ കിടന്ന് വേണം കൊഞ്ച് നന്നായിട്ട് വെന്ത് വരാം. അപ്പോൾ ആ ഒരു എസെൻസൊക്കെ അതിൻ്റെ ഉള്ളിൽ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് അതിൽ കിടന്ന് ഇങ്ങനെ വറ്റി നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതല്ല ഫുൾ ഡ്രൈ ആയിട്ടുള്ള വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും വറ്റൽമുളകും ഇച്ചിരി ഒന്ന് തൂയി കൊടുക്കുന്നുണ്ട് മേളിൽ. വേണമെങ്കിൽ ചെയ്താൽ മതി, എരിവിനായിട്ട് നമ്മൾ ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇനി ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പാൽക്കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബായ്.